നമ്മളിപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെട്ടിയാവറമ്പ് ഇടവകയിലാണ്. നമുക്ക് ഈ ഇടവകയിലെ വിശ്വാസ പരിശീലന രംഗത്ത് വളരെയധികം വർഷങ്ങളായി സുസ്ഥിരമായി സേവനം ചെയ്യുന്ന ഗ്രേസ് സാറിനെ പരിചയപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കുവാനുമാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഗ്രേസ് സാറിനെ കുറിച്ച് പിള്ളേരുടെ അഭിപ്രായം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇപ്പോൾ നവദീപ് നമ്മളോട് ചേരുകയാണ്. നവദീപ്, നിൻ്റെ ഹെഡ് മാസ്റ്റർ, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററിനെ കുറിച്ച് നിൻ്റെ മോൻ്റെ അഭിപ്രായം എന്നാണ്? സാറ് നല്ലൊരു സാറാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും പ്രചോദനം ചെയ്യുന്നുണ്ട്. പിന്നെ സാർ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സാർ നമ്മളോട് കൂട്ടി വയ്ക്കുന്നുണ്ട്. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഏത് കാര്യത്തിലായാലും സാറ് നല്ല സാറാണ്. ജോസ്ന എന്ന ഒരു കുട്ടി നമ്മളോട് ചേരുകയാണ്. ജോസ്ന, മോള് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ. എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഹെഡ് മാസ്റ്ററിനെ കുറിച്ച് മോളുടെ അഭിപ്രായം എന്നാണ്? കഴിഞ്ഞ 23 വർഷമായിട്ട് ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളാണ് ഗ്രേസൻ സാറ്. എല്ലാ പരിപാടികളിലും മുന്നിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളിലും ഇടവകയ്ക്ക് വേണ്ടി എല്ലാ കരുത്തും നൽകുന്നുണ്ട്. എല്ലാ പരിപാടികളിലും ഞങ്ങളെ സംഘടിപ്പിക്കാനും എല്ലാത്തിനും സാറിൻ്റെ ആ ഒരു എനർജിയും അതുമെല്ലാം ഭയങ്കര ഒരു വലുത് തന്നെയാണ്. ഞങ്ങളുടെ ഇടവകയ്ക്കായിട്ട് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഗ്രേസൻ സാർ എന്ന് പറയുന്നത്. എല്ലാ പരിപാടിയിലും ഇപ്പം അതിരൂപത തലത്തിലും മേഖലാ തലത്തിലും എന്ത് പരിപാടി ആയിരുന്നാലും അവിടെ കുട്ടികളെ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനൊക്കെ സാറ് ഭയങ്കരമായിട്ട് അതിനകത്തൊക്കെ എൻജോയ് ചെയ്തത് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ പെരുന്നാളൊക്കെ ആണെങ്കിലും അതൊക്കെ വളരെ അടിപൊളിയായിട്ട് നടത്തുന്ന സാറ് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളുടെ അഭിപ്രായങ്ങളും കേട്ട് നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇടവകയെയും ഞങ്ങളെല്ലാവരെയും സാറ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഗ്രേസ് സാർ ശരിക്കും പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഗ്രേസ് തന്നെയാണ് അല്ലേ? സന്തോഷം. ഗ്രേസ് സാറിന്റെ സഹപ്രവർത്തകനായ അധ്യാപകൻ നമ്മോട് ചേരുകയാണ്. അപ്പോൾ സാറിനെ കുറിച്ച് സഹപ്രവർത്തകന്റെ വിലയിരുത്തലും അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നമുക്ക് സാറിനെ ശ്രമിക്കാം. സാറിൻ്റെ ഗ്രേസ് സാറിൻ്റെ സ്കൂളിലെ അധ്യാപകനാണെന്ന് മനസ്സിലാക്കുന്നു. സാറിനെ ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഗ്രേസ് സാറിനെ കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് പറയാമോ? എൻ്റെ പേര് ഷിനോജ്. ഞാൻ 5 വർഷമായിട്ട് ഗ്രേസ് സാറിൻ്റെ ഒപ്പം സൺഡേ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. മികച്ച രീതിയിൽ ഞങ്ങൾ അധ്യാപകരെ ഒരുമിച്ച് കൊണ്ടുപോകാനും കുട്ടികൾക്ക് സമയാസമയങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും സാറിൻ്റെ വളരെ ത്യാഗപൂർണ്ണമായ ഒരു പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ട്. സാറിൻ്റെ എല്ലാ തിരക്കുകളും കുടുംബത്തിൻ്റെ തിരക്കുകളും എല്ലാം ഒഴിച്ചു വെച്ചുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ തന്നെ സാർ ഇവിടെ ആബ്സെൻ്റ് ആയ ദിവസങ്ങൾ വളരെ അപൂർവമാണ്. കാരണം ഒരു സുഖമില്ലാതെ കുട്ടികളോടൊപ്പം മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത ഈ കൊറോണ കാലയളവിൽ പോലും മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ സാറിൻ്റെ അസാന്നിധ്യം ഇവിടെ ഉണ്ടാകാറുള്ളൂ. അതുപോലെ ഞങ്ങൾ സഹപ്രവർത്തകർക്ക് എപ്പോഴും ഒരു നല്ലൊരു കൂട്ടുകാരനെ പോലെയാണ്. ചെറുപ്പം മുതൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരുമാണ്. ഞങ്ങൾക്ക് നല്ലൊരു മാർഗദർശിയാണ്. അപ്പോൾ സാറിൻ്റെ ഈ പ്രവർത്തനം ഇപ്പോൾ ഈ ഇടവകയുടെ എല്ലാ രംഗങ്ങളിലും ഇപ്പം ഞങ്ങളുടെ കോർഡിനേറ്ററാണ് കഴിഞ്ഞ വർഷം മുതൽ. അല്ല 23 വർഷത്തോളമായി സാറ് സൺഡേ സ്കൂളിലുണ്ട്. അപ്പം ഇവിടുന്ന് പഠിച്ചിറങ്ങിയ എല്ലാ കുട്ടികൾക്കും തന്നെ സാറിൻ്റെ ആ മാർഗദീപം ഒരിക്കലും കുട്ടികൾ മറന്നു പോകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര നല്ലൊരു വ്യക്തിത്വമാണ്, ആർക്കും ഫോളോ ചെയ്യാവുന്ന നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് സഹപ്രവർത്തകരിൽ നിന്നും, കാരണം സഹപ്രവർത്തകരാണല്ലോ കൂടുതലുള്ളവർ, എങ്ങനെയാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഒരു പ്രധാന അധ്യാപകനൊക്കെ ആകുമ്പം കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരുടെ അഭിപ്രായത്തിന് വളരെ വിലയുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞത് വളരെ സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ് പറഞ്ഞ സാറിൻ്റെ വാക്കുകൾ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയാണ്. അപ്പം ഈ കുഞ്ഞുമക്കളൊക്കെ സാറിൻ്റെ കൂട്ടത്തിലുള്ള അല്ലേ? നിങ്ങളുടെ ഹെഡ് മാസ്റ്ററൊക്കെ എങ്ങനെ, നല്ല ഹെഡ് മാസ്റ്ററാണോ? അതെയോ? ഗ്രേസ് സാർ എങ്ങനെ, സൂപ്പറാണോ? അതെയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രേസ് സാറിന് ഇഷ്ടമാണോ? അതെയോ? ഗ്രേസ് സാറിനെ കുറിച്ച് എന്നാ പറയുന്നു? ഗ്രേസ് സാർ നല്ല സാറാണ്. പള്ളിയിലത്തെ എല്ലാ കാര്യത്തിനും നിൽക്കും. അച്ഛൻ്റെ കൂടെ എല്ലാ സർവീസിനും നിൽക്കാറുണ്ട്. സാറിനെ കുറിച്ച് മോളുടെ അഭിപ്രായം? നല്ല സാറാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പെരുന്നാളിനൊക്കെ നന്നായിട്ട് ചെയ്യും. പെരുന്നാളിനൊക്കെ നന്നായിട്ട് ചെയ്യും അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും. നിങ്ങളെ അടിക്കുമോ? ഇല്ല, വഴക്കൊന്നും പറയാം അല്ലേ? നല്ല സാറാണ്. ഓക്കെ. അപ്പം നമ്മുടെ ഗ്രേസ് സാറിനെ കുറിച്ച് ടീച്ചറിൻ്റെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് പറഞ്ഞാലും. എൻ്റെ പേര് ലാലി. ഞാനിവിടെ സൺഡേ സ്കൂളിൽ വന്നിട്ട് 15 വർഷത്തിന് മേളിലായി. ഗ്രേസ് സാറ് ഹെഡ് മാഷായി വന്നതിന് ശേഷം ഗ്രേസ് സാറ് നല്ലൊരു കുട്ടികൾക്ക് ആണെങ്കിലും അധ്യാപകർക്കൊക്കെ ആണെങ്കിലും നല്ലൊരു മാതൃക അധ്യാപകനായിട്ടാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഗ്രേസ് സാറ് ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വ്യക്തിയാണ്. സൺഡേ സ്കൂളിൻ്റെ തന്നെയല്ല, ഗ്രാമികയുടെയും പള്ളിയുടെ കോർഡിനേറ്ററായിട്ടും ഒക്കെ വർക്ക് ചെയ്യുമ്പോഴും ഒത്തിരിയേറെ തിരക്കുകളുടെ ഉള്ളിലൂടെയാണെങ്കിൽ പോലും ഈ സൺഡേ സ്കൂളിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും കൂടാതെ ഗ്രേസ് സാർ അതിൻ്റെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഉത്തരവാദിത്തം അതിൻ്റെതായ ഭംഗിയിൽ ഗ്രേസ് സാറ് നിറവേറ്റുന്നുണ്ട്. ഓരോ കുട്ടികളെയും
അഥവാ വീട്ടിലേക്ക് പോകാനായിട്ട് താമസം വരുന്ന സമയത്ത് പോലും സാറ് അവിടെ നിന്നുകൊണ്ട് ആ കുട്ടികളെ പറഞ്ഞ് വീട്ടിൽ വിട്ടതിന് ശേഷമേ സാർ ഈ സൺഡേ സ്കൂൾ വിട്ട് അല്ലെങ്കിൽ പള്ളി പരിസരം വിട്ട് സാർ പോകാറുള്ളൂ. നല്ലൊരു ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് സാറ് സൺഡേ സ്കൂളിൽ ഒരു ഹെഡ്മാസ്റ്ററിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അധ്യാപകർക്കൊക്കെ ആണെങ്കിലും ഗ്രേസ് സാറ് നല്ലൊരു അധ്യാപകനാണ്, മാതൃകാ അധ്യാപകനാണ്. ഗ്രേസ് സാറിൻ്റെ കുടുംബത്തോടും ഞങ്ങൾക്ക് ഒത്തിരിയേറെ സ്നേഹമുണ്ട്. കുടുംബത്തിൽ അത് തന്നെയല്ല, ഗ്രേസ് സാറിൻ്റെ ഭാര്യയാണെങ്കിലും സൺഡേ സ്കൂളിലെ അധ്യാപികയാണ്. അവർ രണ്ടുപേരും കൂടെ ഒപ്പം ഒന്നിച്ച് വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ രണ്ടുപേര് സൺഡേ സ്കൂളിലേക്ക് വരിക അല്ലെങ്കിൽ അധ്യാപികയാകുക എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരിയേറെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഒത്തിരിയേറെ ഗ്രേസ് സാറിനെ ഞങ്ങൾ ഒത്തിരിയേറെ വിലമതിക്കുന്നുണ്ട്. ഒത്തിരിയേറെ നല്ലൊരു വ്യക്തിത്വമാണ്. ഒത്തിരി സ്നേഹത്തോടെ ഗുഡ്നസ് ടിവിയിലേക്ക് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടുത്തെ വിശ്വാസ പരിശീലന പ്രധാനാധ്യാപകനായ ഗ്രേസ് സാറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഗുഡ്നസ് ടി വി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ച് അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ കാര്യങ്ങളൊന്ന് പറയാമോ? ബേബി സാറെ, എന്നെ ഗുഡ്നസ് ടി വിയിലേക്ക് സ്വാഗതം ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ഈ ചെട്ടിയാപറമ്പ് സെൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ വികാരിയായിട്ട് ഇപ്പോൾ 2 വർഷം തികയുകയാണ്. ഈ മെയ്യിൽ 2 വർഷം തികയുകയാണ്. എൻ്റെ പേര് ഫാദർ ജോജോ പൊടിമറ്റം. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച ഗ്രേസൻ സാറിനെ തന്നെയാണ്. ഞാൻ ഇതിനു മുൻപ് ഇരുന്നത് ചെറുപാറ ഇടവകയിലാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്നെ ബന്ധപ്പെട്ടത് ഈ ഗ്രേസൻ സാറാണ്. സാറ് ഈ ഇവിടുത്തെ സൺഡേ സ്കൂളിൽ ഹെഡ്മാസ്റ്ററായിട്ട് HM ആയിട്ട് ഇപ്പോൾ 7 വർഷം തികയുകയാണ്. അതിനു മുൻപ് സാറ് ഇപ്പോൾ അധ്യാപന രംഗത്തേക്ക് കടന്നു വന്നിട്ട് 23 വർഷമായി. അപ്പോൾ സാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒത്തിരി നല്ല കാര്യങ്ങൾ തന്നെയാണ്. സാറ് ഈ 23 വർഷത്തിന് ഇടയ്ക്ക് ആകെ 2 പ്രാവശ്യമേ ആബ്സെൻ്റ് ആയിട്ടുള്ളൂ. പ്രവർത്തന വർഷങ്ങളിൽ ആകെ 2 പ്രാവശ്യമേ ആബ്സെൻ്റ് ആയിട്ടുള്ളൂ. അതിന് രൂപത അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് പ്രശംസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ സാറ് പിന്നെ ഇപ്പോൾ ഇവിടെ 7 വർഷമായിട്ട്, കഴിഞ്ഞ 7 വർഷമായിട്ട് പിന്നെ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ HM ആയിട്ട്, ഹെഡ്മാസ്റ്ററായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. സാറ് വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും അധ്യാപകരുടെ കാര്യത്തിലാണെങ്കിലും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുകയും അതുപോലെ നല്ല നേതൃത്വ പാഠവും സാറിലുണ്ട് എന്ന് എനിക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ സാറ് വിശ്വാസ പരിശീലന രംഗത്ത് മാത്രമല്ല മറ്റു സാമൂഹിക രംഗത്തും സാറ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് സാറിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞ ഒരു വലിയ കാര്യം. സാറ് പിന്നെ സാമൂഹ്യ സേവന രംഗത്ത് നമ്മുടെ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പേരാവൂർ റീജിയൻ്റെ RCC പ്രസിഡൻ്റാണ് സാറ്. പേരാവൂർ റീജിയൻ്റെ റീജിയണൽ മാനേജറാണ് ഞാൻ GSSൻ്റെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാറ് പിന്നെ റീജിയണൽ പ്രസിഡൻ്റാണ്, RCC പ്രസിഡൻ്റാണ്. അപ്പോൾ സാമൂഹ്യ സേവന രംഗത്തും സാറിൻ്റെ സ്തുത്യർഹമായ സേവനം അത് എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നത് തന്നെയാണ്. പ്രത്യേകമായിട്ട് വിശ്വാസ പരിശീലന രംഗത്ത് സാറ് പ്രവർത്തിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ സാറ് കഴിഞ്ഞ വർഷം നമ്മുടെ ഇടവകയുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സാറ് പള്ളിയുമായി ബന്ധപ്പെട്ടും അതുപോലെ സൺഡേ സ്കൂൾ കുട്ടികളുടെ വിശ്വാസ പരിശീലന രംഗത്താണെങ്കിലും നന്നായിട്ട് ശുശ്രൂഷ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞതൊന്നും സാറ് ഈ ഇടവകയിൽ ഒരു നിറസാന്നിധ്യമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ്. എല്ലാ മേഖലകളിലും സാമൂഹിക രംഗങ്ങളിലും വിശ്വാസ പരിശീലന രംഗങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒത്തിരി സന്തോഷം. അച്ഛാ, ഈ വിശ്വാസ പരിശീലന രംഗത്ത് ഇപ്പം സാറിൻ്റെ ജീവിത പങ്കാളി കൂടെ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഒരു കുടുംബം മുഴുവനും ഈ വിശ്വാസ പരിശീലന രംഗത്ത് വരുമ്പോൾ അച്ഛൻ അതിനെ ഒക്കെ എങ്ങനെയാണ് ഇന്നത്തെ തലമുറയിലെ ഈ വിശ്വാസ പരിശീലകർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു മെസ്സേജ്, അതിൽ നിന്ന് എന്താണ് അച്ഛൻ കൊടുക്കാൻ സാധിക്കുക? ഇന്ന് പലപ്പോഴും ഈ വിശ്വാസ പരിശീലന രംഗത്തേക്ക് നമുക്ക് ടീച്ചേഴ്സിനെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലരും ഇന്ന് പൊതുവെ പറഞ്ഞാൽ ഇന്ന് പലരും വിദേശത്താണുള്ളത്. യുവതലമുറ പലരും വിദേശങ്ങളിലാണുള്ളത്. നമുക്ക് യുവതലമുറയെ ഇവിടെ കാണാനായിട്ട് സാധിക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഈ അവസരത്തിൽ സാറും സാറിൻ്റെ ജീവിത പങ്കാളിയും ഇവിടെ സാറിൻ്റെ ജീവിത പങ്കാളി സോജിയ ടീച്ചർ ഇവിടെ 1ാം ക്ലാസ്സിൽ വിശ്വാസ പരിശീലനം നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ സാറിൻ്റെ 2 ആൺമക്കൾ
അവർ പള്ളിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 കുട്ടികളാണ്. അതുപോലെ സാറിൻ്റെ മകള് ഇപ്പോൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുമ്പോഴാണെങ്കിലും പള്ളിയിൽ പാട്ട് പാടാനും എല്ലാ കാര്യങ്ങളിലും അവർ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ ഏറ്റവും ഇളയ മകൻ ടോം അൽത്താര ശുശ്രൂഷിയാണ്. അതോടൊപ്പം തന്നെ പിന്നെ ടോമിൻ്റെ മൂത്തവൻ അഡോണ് പിന്നെ ഇപ്പോൾ വയറിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പള്ളിയോടനുബന്ധിച്ച് നമ്മൾ ഒരു ഓഡിറ്റോറിയം പണിയുന്നുണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ വയറിങ് ചെയ്യാനായിട്ട് ആ അഡോൺ യാതൊരു പ്രതിഫലവുമില്ലാതെ വയറിങ് ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കുന്നുണ്ട്. അങ്ങനെ പൊതുവെ നോക്കിയാൽ ഗ്രേസ് സാറിൻ്റെ കുടുംബം ഇങ്ങനെ ആത്മീയ രംഗങ്ങളിലാണെങ്കിലും ഭൗതിക കാര്യങ്ങളിലാണെങ്കിലും യാതൊരു പ്രതിഫലവും പറ്റാതെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അത് ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു നല്ല മാതൃക തന്നെയാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് ആരെയും കിട്ടാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ആരെയും കിട്ടുന്നില്ല ഒരു കാര്യത്തിനും. ഇപ്പം പള്ളിയിലേക്കാണെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ സാറും സാറിൻ്റെ കുടുംബവും ചെയ്തു വരുന്ന ഇത് ഒരു വലിയ ശുശ്രൂഷ തന്നെയാണ്. ഇന്ന് പലപ്പോഴും വിശ്വാസ പരിശീലന രംഗത്ത് ശരിക്കും വികാരിച്ചമാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം ഇതാണ്. പ്രധാന അധ്യാപകർക്കാണെങ്കിലും പലരും ഈ മേഖലയിൽ കടന്നു വരുന്നത് എന്തെങ്കിലും ജോലി സാധ്യതയൊക്കെ കണ്ടുകൊണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ അവർ ആ രംഗത്തുനിന്ന് മാറുകയാണ്. പക്ഷെ ഇവിടെ അച്ഛൻ പറഞ്ഞപ്പം ഗ്രേസാറിനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബം യാതൊരു പ്രതിഫലവും മറ്റൊരു ജോലിയോ ഒരു കോർപ്പറേറ്റ് ഒരു ജോലിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്വപ്നം കണ്ടുകൊണ്ടല്ല എന്ന് വിചാരിക്കുന്നു. ഒരു നിസ്വാർത്ഥമായ സേവനം, അച്ഛൻ പറഞ്ഞ വാക്ക് തന്നെ കറക്റ്റാണെന്ന് തോന്നുന്നു. ഒരു നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയാണ്. കാരണം ഇന്ന് മാതാപിതാക്കൾ ഏത് ലൈനിലൂടെ പോകുന്നോ അതിലൂടെ ആയിരിക്കും മക്കളും പോവുക. ഇന്ന് യുവജനങ്ങൾ വഴിവഴിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്വം മാതാപിതാക്കൾ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. കാരണം മാതാപിതാക്കൾ ദേവാലയവും അൾത്താരയുമായിട്ട് ചേർന്ന ജീവിതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ ആ വഴിയിൽ കൂടെ തന്നെ സാധാരണ വരും. ഒരു ലാഭേച്ഛയില്ലാതെ ആണ് ആ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അനുകരണീയമായ ഒരു ശുശ്രൂഷ രംഗത്താണ് ഗ്രേസ് സാർ ഉള്ളതെന്ന് വിചാരിച്ചതെന്ന് അറിയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. വെച്ചാൽ അച്ഛന് ഇതിനെക്കുറിച്ച് സാറിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു മൊത്തത്തിലൊന്ന് വിലയിരുത്തിക്കൊണ്ട് ഒരു 2 വാക്കിൽ പറഞ്ഞാൽ എന്താണ് അച്ഛന് പറയാൻ സാധിക്കുക? ഇതിനോടനുബന്ധിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, സാറിൻ്റെ കുടുംബം, സാറിൻ്റെ 2 സഹോദരികൾ സന്യാസ ജീവിതം നയിക്കുന്ന സിസ്റ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നത് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു പാരമ്പര്യമാണ്. സാറിൻ്റെ മാതാപിതാക്കൾ, അമ്മയാണെങ്കിൽ സാറിൻ്റെ സ്വന്തം അമ്മ എന്നും പള്ളി വരും. അതുപോലെ സാറിൻ്റെ ഫാദറിനെ ഞാൻ കണ്ടിട്ടില്ല. ഫാദറായിരുന്നെങ്കിലും പള്ളിയുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് സഹകരിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. നമ്മൾ ബേബി സാർ സൂചിപ്പിച്ചതുപോലെ നല്ല മാതാപിതാക്കളിൽ നിന്നും തീർച്ചയായിട്ടും നല്ല മക്കൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഗ്രേസ് സാറിൻ്റെ സഹോദരികൾ. ഇപ്പോൾ ബദനി സന്യാസ സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ്. ഒരു സിസ്റ്റർ ആഫ്രിക്കയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ ഒരു നല്ല പാരമ്പര്യമുള്ള ഒരു കുടുംബമായിരുന്നത് കൊണ്ട് ആണ് സാറിനും ആ ഒരു നല്ല ഗുണം സംശീകരിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് സാറ് ഇവിടെ ഈ ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വന്നത്. സാറ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പലരും ഇന്നത്തെ തലമുറയൊക്കെ കോർപ്പറേറ്റിൽ ഒരു ജോലിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ വിശ്വാസ പരിശീലന രംഗത്തേക്ക് കടന്നു വരുന്നത്. അത് ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കുടുംബമാണെങ്കിൽ അങ്ങനെ യാതൊരു പ്രതിഫലവും നമ്മുടെ കോർപ്പറേറ്റിൽ യാതൊരു ജോലിയും പ്രതീക്ഷിച്ചൊന്നുമല്ല അവർ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാറ് അങ്ങനെ ഈ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വന്നത് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ, യാതൊരു നേട്ടവും ഇച്ഛിക്കാതെ നിസ്വാർത്ഥ സേവനം എന്ന് തന്നെയാണ് സാറ് ഈ രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛാ, ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് ഗുഡ്നസ് ടിവിയുടെ പേരിൽ അച്ഛൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. നമ്മൾ ഇന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രേസ് സാറിൻ്റെ ശുശ്രൂഷ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ വിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസ പരിശീലന രംഗത്താണ് സാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറ് ഈ വിശ്വാസ പരിശീലന രംഗത്ത് സാറിൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ സാറ് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സാറ് ഇപ്പോൾ ഇവിടെ എത്ര വർഷമായെന്ന് പറഞ്ഞ് വിശ്വാസ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്നു? 23 വർഷമായി തുടർച്ചയായിട്ട് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും പറഞ്ഞ കണക്കിന് ഈ വിശ്വാസ പരിശീലന മേഖലയിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. അതെ അല്ലേ? അപ്പോൾ സാറിൻ്റെ ഈ ഇത്രയും വർഷത്തെ വിശ്വാസ പരിശീലന
പ്രവർത്തനത്തിനിടയിൽ സാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു സന്തോഷകരമായ അനുഭവം എന്ന് പറയാൻ അങ്ങനെ സാറിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ 23 വർഷമായി ഇവിടെ സൺഡേ സ്കൂളിൽ വരുന്നു, കുട്ടികളുമായിട്ട് ഇടപെടുന്നു. അപ്പം എനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള അത് തന്നെ ഞായറാഴ്ച കുട്ടികളോട് കൂടി ആയിരിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ എനിക്ക് ഒരു കൗൺസിലർ പറയുകയും, അപ്പം എനിക്ക് ആദ്യം മനസ്സിലായില്ല ആ കുട്ടിയെക്കുറിച്ച് ഏതാണെന്നും. പിന്നീട് ഞാൻ ആ കുട്ടിയെക്കുറിച്ച് നിരന്തരം ജപമാലയിലെയും കുർബാനയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം പിന്നീടാണ് ആ കുട്ടി വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയും അത് പിന്നീട് സാക്ഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോഴാണ് ദൈവം നമ്മളിലൂടെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുതന്നെ പിന്നീടുള്ള ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണമായി കുട്ടികൾക്കും ദൈവജനത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ എന്നെ സഹായിക്കുകയായിരുന്നു. സാറിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിശ്വാസ പരിശീലകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തോന്നുകയാണ്. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും തിക്ത അനുഭവങ്ങളോ അല്ലെങ്കിൽ അപകടകരമായ സാധ്യതകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം സാറിനതൊരു കൗൺസിലറിലൂടെയാണ് വെളിവാക്കി കിട്ടിയത്. പക്ഷേ ഇത് ഓരോ അധ്യാപകനും അങ്ങനെ കരുതലോടെ തൻ്റെ ഉത്തരവാദിത്തമുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തും. ഇത് സാറിനെ സംബന്ധിച്ചോളം ജീവിതത്തിലെ വളരെ സന്തോഷകരമായ ഒരു നല്ല ഒരു അനുഭവമായിട്ട് ഈ വിശ്വാസ പരിശീലന രംഗത്തെ ഒരു നല്ല അനുഭവമായിട്ട് സാറ് കാണുകയാണ്. അപ്പോൾ സാറേ, അങ്ങനെയാണെങ്കിൽ സാറിന് കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ നല്ല അനുഭവം ഉണ്ടാകും. ഇത് ദൈവാനുഗ്രഹിച്ച പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. എപ്പോഴെന്തെങ്കിലും മനസ്സിനിങ്ങനെ നൊമ്പരം പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് ഉണ്ടായിട്ടുണ്ടോ? ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് സഹാധ്യാപകരോടും ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് പരിചയക്കുറവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അവസരത്തിലും പിന്നീടൊക്കെ ആണെങ്കിലും അധ്യാപകരുടെ ഭാഗത്തുനിന്നും മറ്റ് ആൾക്കാരുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മളുടെ നേരെ ഉണ്ടാകുന്ന ചോദ്യങ്ങളും വിമർശനങ്ങളൊക്കെ വരുമ്പോൾ പരമാവധി ഞാൻ എല്ലാവരോടും സൗമ്യമായിട്ട് തന്നെ പെരുമാറി അത് അങ്ങ് സോൾവാക്കി പോകാറുണ്ട്. അങ്ങനെ വളരെ ആരോടും തെറ്റിദ്ധരിച്ച രീതിയിൽ മുന്നോട്ട് പോകാറില്ലെങ്കിൽ പോലും ചില സമയങ്ങളിലൊക്കെ നമ്മുടെ അധികാരികളിൽ നിന്നൊക്കെ ലഭിക്കുന്ന നമ്മളെ മനസ്സിലാക്കാതെയുള്ള പെരുമാറ്റം നമുക്ക് വേദനാജനകമാകാറുണ്ട്. എങ്കിലും അതിൽ കൂടുതൽ ദൈവാശ്രയത്തിലൂടെ മുന്നേറുമ്പോൾ പിന്നീട് അവർ കൂടുതൽ നമ്മളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ആഴമായി നമ്മളോട് യോജിച്ച് പ്രവർത്തിക്കുകയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതും നമ്മുടെ വിശ്വാസ പരിശീലകർക്ക് ഒരു ഗുണപാഠമാണെന്ന് തോന്നുകയാണ്. നമുക്കറിയാം, നമ്മളുടെ അധികാരികളോടോ നമ്മുടെ സഹപ്രവർത്തകരോടോ ചിലപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതെല്ലാം ശാന്തതയിൽ നമ്മൾ നേരിടുമ്പോൾ അതാം രംഗം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇതൊരു പക്ഷേ നമുക്കൊരു അനുഗ്രഹമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നുക. തീർച്ചയായിട്ടും വിശ്വാസ പരിശീലകരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഭയായിട്ട് നമ്മുടെ സഭാധികാരികളോ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് അത് ഇട്ടിട്ട് പോവുകയല്ല. സാറിൽ നമുക്ക് കാണാൻ സാധിച്ചൊരു പ്രത്യേകതയാണ്. പക്ഷേ അവിടെ ശാന്തതയോടെ പിടിച്ചു നിൽക്കുകയും പിന്നീട് അതൊരു അനുഗ്രഹത്തിൻ്റെ നിമിഷമായി അതിനെ മാറ്റുവാനും സാധിച്ചു. തീർച്ചയായിട്ടും ഇതൊരു നല്ല കാര്യം തന്നെയാണ്. സാറിന് ഈ വിശ്വാസ പരിശീലന രംഗത്ത് സാറ് പ്രവർത്തിച്ച് ഇത്രയും 23 വർഷമായി കുടുംബത്തിൽ എങ്ങനെയാണ് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നത്? വീട്ടിൽ എൻ്റെ ഭാര്യയും 3 മക്കളും അമ്മയാണുള്ളത്. അപ്പം അവരെല്ലാവരും എനിക്ക് ആദ്യം ഞാൻ എൻ്റെ വിവാഹത്തിന് ശേഷം 3 മാസത്തിന് ശേഷമാണ് സൺഡേ സ്കൂളിൽ വരുന്നത് തന്നെ. അന്ന് മുതൽ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുകയും വീട്ടിലെ ജോലികളൊക്കെ തീർത്തുകൊണ്ട് അല്ലെങ്കിൽ അവൾ കൂടുതലായിട്ട് അത് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്നെ സൺഡേ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വീട്ടിലെ കുട്ടികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ചാച്ചനൊക്കെ ആദ്യ സമയത്തൊക്കെ ആണെങ്കിലും പരമാവധി എല്ലാ പ്രോത്സാഹനവും തന്നുകൊണ്ടാണ് എന്നെ ഈ ദേവാലയത്തിലേക്ക് പറഞ്ഞയച്ചിരുന്നത്. ചെറുപ്പം മുതലേ എൻ്റെ ചാച്ചൻ ഇവിടുത്തെ കണക്കനാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ദേവാലയമായിട്ട് അടുത്ത് ഇടപഴകിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്.
അപ്പം എൻ്റെ ചാച്ചനിൽ നിന്ന് കിട്ടിയ മാതൃക തന്നെയാണ് എനിക്കും ദേവാലയത്തോട് കൂടുതൽ ആഴപ്പെട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം എൻ്റെ ജീവിത പങ്കാളിയും അതുപോലെ തന്നെ മക്കളുമാണെങ്കിലും എപ്പോഴും എനിക്ക് എല്ലാ സഹായവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടാണ് ഓരോ ദിവസവും. ഇപ്പം നമ്മളിവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളിൽ അവർ സന്തോഷിക്കുകയും അതുപോലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഇവിടെ നിന്ന് നേരിടുമ്പോൾ അത് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സപ്പോർട്ട് തരുന്നതുകൊണ്ടാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ അമ്മയാണെങ്കിലും എല്ലാ ദിവസവും 85 വയസ്സുണ്ട് ഇപ്പോഴും, സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും വന്ന് പള്ളി വന്ന് കുർബാനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് അതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിതാവ് ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു, മാതാവാണെങ്കിലും അമ്മയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ദേവാലയവുമായിട്ട് ഇന്ന് നമ്മളുടെ ഈ തലമുറ, ഈ യുവജനങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സ്നേഹത്തോടെ നോക്കാം. നമുക്ക് ഇപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്നും സാറ് മാത്രമല്ല, സാറിൻ്റെ ജീവിത പങ്കാളിയും സാറിനോടൊപ്പം ഈ സൺഡേ സ്കൂളിൽ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 3 മക്കളുണ്ട്, അമ്മയുണ്ട്. പക്ഷെ അതൊന്നും ദൈവ ശുശ്രൂഷയ്ക്ക് തടസ്സമല്ല. പലപ്പോഴും നമുക്ക് നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്നത് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് ദേവാലയ ശുശ്രൂഷകൾ, ദൈവവുമായിട്ടുള്ള ദൈവിക ശുശ്രൂഷകളിൽ തടസ്സം നേരിടുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെയൊക്കെ സാധ്യതകളായി കണ്ടുകൊണ്ട് കുടുംബം മുഴുവനും ഞായറാഴ്ചകളിൽ കർത്താവിൻ്റെ ദിവസം അത് പരിശുദ്ധമായി ആചരിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുന്നു എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. സാറിൻ്റെ ജീവിത പങ്കാളിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാറിൻ്റെ പ്രിയ പത്നി സോജിയ ഇപ്പോൾ നമ്മൾ ചേരുകയാണ്. കാരണം അവരും ഈ വിശ്വാസ പരിശീലനത്തിൽ വീട്ടിൽ നിന്നും രണ്ടുപേരും ഒരുമിച്ച് കുടുംബസഹിതം എന്ന് പറയാം ഇവിടെ വിശ്വാസ പരിശീലനത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ സോജിയ ടീച്ചർ നമ്മളോട് ചേരുകയാണ്. ടീച്ചറെ, നിങ്ങൾ രണ്ടുപേരും, ഭർത്താവ് ഇവിടെ പ്രധാന അധ്യാപകനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു, അപ്പോൾ ആ കൂടുതൽ ടീച്ചറും കൂടെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഈ കുടുംബത്തിൽ നിന്നും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നതിലുള്ള ആ ഒരു സംതൃപ്തിയും എന്താണ് അതിന് ടീച്ചറിനൊരു പ്രചോദനമായി നിൽക്കുന്നത് എന്താണ് ഒന്ന് പറയാമോ? ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. ഇപ്പം ഞാൻ സൺഡേ സ്കൂളിലേക്ക് വന്നിട്ട് 3 വർഷമേ ആയുള്ളൂ. അതുവരെ കുട്ടികളെയൊക്കെ നോക്കി കുറച്ച് അവരൊന്ന് വളർന്നു കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഈ കുട്ടികളെ നോക്കി വീട്ടിലിരുന്ന സമയത്ത് ഇങ്ങനെ ജീവിത പങ്കാളി ഇങ്ങനെയൊക്കെ പോകുമ്പം വിഷമം തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ ദേഷ്യം തോന്നുന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ചെറിയ വിഷമങ്ങളൊക്കെ ചില സമയത്ത് കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ രോഗവും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മളിങ്ങനെ വിഷമം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും എനിക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. സൺഡേ സ്കൂളിൽ ചെയ്യുന്നതിന്, പള്ളിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിലെ കുട്ടികളായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കുട്ടികളിങ്ങനെ കരഞ്ഞ് നിലവിളിച്ചൊക്കെ കിടക്കുമ്പം ജീവിതങ്ങൾ അവിടെ ഇല്ലാതിരിക്കുമ്പോൾ ഒരു വിഷമം തോന്നും. പക്ഷേ പള്ളിയിലായതുകൊണ്ട് അതൊരു സന്തോഷമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അതെ, സന്തോഷമായിരുന്നു. പിന്നെ മാതാപിതാക്കളുണ്ടായിരുന്നു കൂടെ. ഹസ്ബൻഡിൻ്റെ ചാച്ചനും അമ്മയുണ്ടായിരുന്നു. അവർക്കും സുഖമില്ലാത്തവർ അവരെ നോക്കണമായിരുന്നു. അവരുടെയൊക്കെ വിശ്വാസ ജീവിതം എങ്ങനെയായിരുന്നു? മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ ചാച്ചൻ എന്നും പള്ളി വരും, ഇവിടെ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളായിരുന്നു. പിന്നെ അമ്മയും എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന ആളായിരുന്നു. പിന്നെ 2 ചേച്ചിമാരുണ്ടായിരുന്നു, സിസ്റ്റേഴ്സ്. അവരൊക്കെ എനിക്ക് ഒത്തിരി മാതൃകയായിരുന്നു. അവരുടെ സേവനങ്ങളും അവരുടെ ആ പ്രോത്സാഹനമൊക്കെ നമുക്കൊത്തിരി പ്രചോദനം തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഇപ്പം സാധാരണ ഇങ്ങനെ കേൾക്കുന്നതല്ല. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നും മറ്റൊരു കുടുംബത്തിൽ, ടീച്ചറിൻ്റെ കുടുംബത്തിൽ നിന്ന് ഇവിടെ വന്നപ്പം മറ്റൊരു കുടുംബമാണെന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതെ ആണ് കഴിഞ്ഞതെന്ന് ടീച്ചറിൻ്റെ വാർത്താനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലെ ആ സാഹചര്യങ്ങളൊന്ന് പറയാമോ? വന്നപ്പം ചാച്ചനും അമ്മയുണ്ടായിരുന്നു, ഒരുപാട് ജോലികളുണ്ടായിരുന്നു. പിന്നെ വന്ന ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ആയി, അവരെയൊക്കെ നന്നായിട്ട് നോക്കാനൊക്കെ പറ്റി. പിന്നെ അവർ സഹായിച്ചു. ഇന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പം ഈ വിശ്വാസ പരിശീലന രംഗത്ത് ടീച്ചർ പ്രവർത്തിക്കുമ്പം ടീച്ചർ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ടീച്ചറിൻ്റെ ഒരു അഭിപ്രായം? എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഈശോയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിനകത്ത് ഒത്തിരി ആനന്ദം കൊള്ളുന്നുണ്ട്. ഞാൻ ജീവിതത്തിലാണെങ്കിലും എല്ലാം എപ്പോഴും സന്തോഷമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കുന്നതിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണെന്ന് തോന്നുന്നു. ഈശോയെ പറഞ്ഞു കൊടുക്കുന്നതിൽ ഒത്തിരി ആനന്ദം കണ്ടെത്തുന്ന ഒരു വാക്ക് വളരെ പ്രസക്തമാണ്. ആനന്ദം
സന്തോഷമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ആനന്ദം. സ്നേഹമുള്ള മതാധ്യാപകർ, ഇത് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വിശേഷ ഗുണമാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ മതബോധന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, വിശ്വാസ പരിശീലനത്തിലായിരിക്കുമ്പോൾ ഇതിൽ നമുക്കൊരു ആനന്ദം കണ്ടെത്താൻ സാധിച്ചാൽ പിന്നെ അതിൻ്റെ മുകളിൽ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ വീട്ടിലെ പ്രാരാബ്ധങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളോ ഒന്നും അതിന് പ്രതിബന്ധമല്ല. അപ്പോൾ ടീച്ചറെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. ടീച്ചറിൻ്റെ ഈ ആനന്ദം, ഈ സന്തോഷം ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, പ്രത്യേകിച്ച് കുട്ടികളെ ആ ഒരു രീതിയിൽ വളർത്തുവാൻ വേണ്ടി ടീച്ചർ എടുക്കുന്ന ഈ ത്യാഗം, അത് ത്യാഗമല്ല, ടീച്ചറിൻ്റെ ഭാഷയിൽ ആനന്ദമാണ്. ഈ ആനന്ദം നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ് ടീച്ചറിനും. ഇതാണ് സാറിൻ്റെ വീട്. നമുക്ക് വീട്ടിൽ ചെന്ന് സാറിനോട് വീട്ടിലെ വിവരങ്ങളും മറ്റു കാര്യങ്ങളും അവരുടെ മക്കൾ ഒക്കെ ഒന്ന് പരിചയപ്പെടുവാനും ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഗ്രേസ് സാറിൻ്റെ ഭവനത്തിലാണ്. ഒരു അനുഗ്രഹീതമായ ഭവനമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സാറ് ഗുഡ്നസ് ടിവിയിലേക്ക് സാറിനെയും കുടുംബത്തെയും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സാറിൻ്റെ ഈ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തി സംസാരിക്കാമോ? എൻ്റെ വൈഫ് സോജിയ എന്ന പേര്. ഇവിടെ തൊട്ടടുത്ത് അടയ്ക്കാത്തോട് ഇടവകാരിയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 23 വർഷം കഴിഞ്ഞു. മൂത്ത മോള് റോസ്മേരി ഇപ്പം BSc നേഴ്സിംഗ് ബാംഗ്ലൂർ സെൻറ്റ് മാർത്ത സ്കൂളിൽ പഠിക്കുന്നു. രണ്ടാമത്തത് ജോൺ ഗ്രേസൺ, അവന് IT കോഴ്സ് ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടോമാണ് കുഞ്ഞത്, അവന് ഇപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ മാർത്താസിൽ പഠിക്കുകയാണ്, ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പം എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ അപ്പനും അമ്മയും കഷ്ടപ്പെടുന്നത്. കാരണം ഈവൻ രാവിലെ ആണെങ്കിൽ പോലും ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്ത് അവരും എനിക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. ഇവിടെ റബ്ബർ ടാപ്പിംഗ് ആണെങ്കിലും കൊന്തയില്ല അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മച്ചിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് എക്സാം റിസൾട്ട് ഒരു വലിയൊരു അത്ഭുതമാണ്. അച്ചാച്ചൻ ഇത്രയൊരു സ്ഥാനങ്ങളൊക്കെ ഏറ്റെടുത്ത് കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഫലം എനിക്ക് ഇത്തവണത്തെ 3rd ഇയർ റിസൾട്ടിൽ കാണാനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മകൾ പറഞ്ഞ അത് എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുകയുണ്ടായി. നിങ്ങൾക്കതൊരു അനുഭവമായിട്ട് തോന്നുമെന്ന് വിചാരിക്കുന്നു. മാതാപിതാക്കൾ ഉണർന്നിരുന്ന് അധ്വാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മക്കൾ മറ്റ് സ്ഥലങ്ങളിൽ പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അത് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ആ കുടുംബത്തിൻ്റെ ബന്ധമാണ് സൂചിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതേത് മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ മക്കളൊക്കെ മറ്റു സ്ഥലങ്ങളിൽ പോയി പഠിക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥനയുടെ ഒരു വലയം ഈ മാതാപിതാക്കൾ ഇവിടെ തീർത്തിരുന്നു. അത് ആ കുട്ടികൾക്ക് അനുഭൂതിയുമായിരുന്നു. മകൾ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. പപ്പയുടെ ഈ അധ്വാനവും മമ്മിയുടെ ഈ പ്രാർത്ഥനയും ഞാൻ പഠിക്കുന്ന ഇടത്ത് അത് എനിക്ക് അനുഭവമായി തോന്നുന്നു. പപ്പയുടെ ഈ അധ്വാനമാണ് ഇതിൻ്റെ പിന്നിൽ എനിക്ക് സ്കൂളിൽ നല്ല വിജയം നേടുവാൻ സാധിച്ചതെന്ന്. തീർച്ചയായിട്ടും ഇതാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകത. കാരണം മക്കളുടെ പഠനവും മക്കളുടെ പ്രവർത്തനങ്ങളും മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും. ഇതാണ് യഥാർത്ഥത്തിൽ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. അകലെ ആയിരിക്കുമ്പോഴും ആ കുടുംബത്തിൻ്റെ ബന്ധം തീർച്ചയായിട്ടും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. ഞങ്ങളിവിടെ വന്നപ്പം ഈ അലമാരയിൽ ഇങ്ങനെ കുറേ ട്രോഫികൾ ഒരുപാടാണ് ഇരിപ്പുണ്ടല്ലോ. ഇതൊക്കെ ആരുടെ സംഭാവനകളാണ്? ഞങ്ങൾ 3 പേരുടെയും ട്രോഫികളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞാറ്റയ്ക്ക് ടോമിന് പ്രതിഭാസ സംഗമത്തിൽ കിട്ടിയ ട്രോഫിയാണ്. അത് അവൻ ഭയങ്കര സന്തോഷത്തോടെയാണ് ഇപ്പോഴും അതിനെപ്പറ്റി പറയുന്നത്. കാക്കനാട് വെച്ച് ആലഞ്ചേരി പിതാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ അച്ചാച്ചന് 12 വർഷം മതബോധനം പഠിപ്പിച്ചതിന് ഫുൾ ഡേ സൺഡേ സ്കൂളിൽ പോയതിന് അച്ഛൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്കും അതുപോലെ 12 വർഷം പഠിച്ചതിന് സൺഡേ സ്കൂളിൽ ഫുൾ ഡേ ഹാജറിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോ വർഷവും ഹാജറിൻ്റെ സമ്മാനങ്ങളുണ്ട്. +2-ലാണെങ്കിലും 10-ലാണെങ്കിലും ഒക്കെ ഉന്നത വിജയം നേടിയതിന് സമ്മാനങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെ നിരവധിയായ സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും പപ്പയെ കടത്തി വിടുമെന്ന് തോന്നുന്നു അല്ലേ? പപ്പ ആചരിന്റെ സമ്മാനം മേടിച്ചെങ്കിൽ തീർച്ചയായിട്ടും മോളും ആചരിന് സൺഡേ സ്കൂളിൽ സമ്മാനം മേടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? കൊള്ളാം, അഭിനന്ദിക്കുന്നു കേട്ടോ. ഇതാണ് മാതാപിതാക്കൾ തെളിക്കുന്ന വഴിയെ തന്നെ മക്കൾ സഞ്ചരിക്കുന്നു എന്നുള്ളൊരു തെളിവും കൂടിയാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് സാറിന്റെ അപ്പച്ചൻ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പള്ളിയിലെ കണക്കൻ ആ രീതിയിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നു. സാറും അതേ രീതിയിൽ തന്നെ ജീവിക്കുന്നു. മതബോധന രംഗത്ത് വളരെ ശുഷ്കാന്തിയോടെ
ഒരു ദിവസം പോലും ഇപ്പൊ പറഞ്ഞു തന്നാൽ തീരെ പകർച്ചവ്യാധിയിലൂടെ പോകാൻ പറ്റാതിരുന്ന 2 ദിവസത്തെ അവധി ഒഴിച്ചാൽ ബാക്കി ഒരു ദിവസം പോലും ഞായറാഴ്ച വിശ്വാസ പരിശീലന ക്ലാസ്സിൽ എത്താതിരുന്നിട്ടില്ല. ഇതവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു വിശ്വാസം കൈമാറി കിട്ടിയ മൂത്ത മകൾ എന്താ ചെയ്തിരിക്കുന്നത്, ഹാജറിന് എല്ലാ വർഷവും സമ്മാനം മേടിച്ചുകൊണ്ടിരിക്കുന്നു. 12 വർഷമായി തുടർച്ചയായ ഹാജറിന് സമ്മാനം മേടിക്കണം. നോക്കണേ, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഒത്തിരി സന്തോഷം മക്കളെ, ഇത് തുടരാനിടയാകട്ടെ. ഈ ഒരു വിശ്വാസ തീഷ്ണത നിങ്ങൾക്ക് അടുത്ത തലമുറയിലേക്കും നിങ്ങളായിരിക്കുന്നിടത്തും, മോളിപ്പം നഴ്സിംഗ് പഠിക്കുമ്പോഴൊക്കെ അവിടെ നിങ്ങൾക്കിത് പകർന്നു കൊടുക്കാൻ സാധിക്കണം, ഈ ഒരു വിശ്വാസം അല്ലേ? അവരോട് ഈശോയെക്കുറിച്ച് പറയാറുണ്ടോ? ഉണ്ട്. ഞാൻ അവിടെ ജാഗോയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ജാഗോ നാഷണൽ കോൺഫറൻസ് ജീസസ് യൂത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ്. അപ്പോൾ അതവിടെ ക്രൈസ്റ്റിലാണ് നടന്നത്, ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അവിടെയൊക്കെ പോകാൻ പറ്റി. പിന്നെ ഞങ്ങൾക്ക് അവിടെ കോളേജിലാണെങ്കിലും എന്നും പ്രെയർ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. സാറ്റർഡേ പ്രെയർ മീറ്റിംഗ് ഉണ്ട്. പിന്നെ എന്നും വിശുദ്ധ കുർബാനയുണ്ട്. ഞങ്ങൾക്ക് അവിടെ ചാപ്പലുണ്ട്. പിന്നെ അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈശോയിൽ കൂടുതൽ അടുക്കാൻ പറ്റുന്നുണ്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട്. കുടുംബത്തിൽ പ്രാർത്ഥനയുള്ള മക്കൾ അവരെവിടെയാണെങ്കിലും, ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവർ എവിടെ പ്രാർത്ഥനയുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകും. ഈ മോള് ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്നെങ്കിൽ അതിൻ്റെ സ്ഥായിയായ ആ വിശ്വാസം പകർന്നു കിട്ടിയത് കുടുംബത്തിൽ നിന്നാണ്. ഇന്ന് മറ്റൊരു തലം കാണാൻ സാധിക്കുന്നു. വീട് വിട്ടുകഴിഞ്ഞാൽ മക്കൾ നൂല് പൊട്ടിയ പട്ടം പോലെ പറന്ന് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേർന്ന് ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എത്ര കുടുംബത്തിൽ നിന്നും മക്കൾ വീട് വിട്ട് പുറമെ മറ്റ് സ്റ്റേറ്റുകളിൽ രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ തമ്പുരാനോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ എത്ര മാതാപിതാക്കൾക്ക് സാധിക്കും? ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓരോ ഹോസ്റ്റലുകളിലും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കുന്ന കളികൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്നും അടിസ്ഥാനപരമായി വിശ്വാസം പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസ വഴിയെ മക്കൾ തീർച്ചയായിട്ടും നടന്നിരിക്കും. അതിൻ്റെ ഒരു നേർക്കാഴ്ചയല്ലേ ഈ കുടുംബത്തിൽ ഈ മോളിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു യാത്ര നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെന്ന് വിചാരിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരും ഓർക്കുന്നു. ഗുഡ്നസ് ടി വിക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി, കണ്ണൂർ.